എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഗുരുവായൂർ LD ക്ലർക്ക്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴകം, കൂടാതെ ഇനി വരാൻ പോകുന്ന വേരിയസ് LGS PSC നടത്തുന്ന എക്സാം, ഇനി നടക്കാൻ പോകുന്ന LD ക്ലർക്ക് പരീക്ഷകൾ എന്നിവയ്ക്കൊക്കെ തന്നെ പൊതുവായിട്ട് പ്രയോജനകരമാവുന്ന മാതൃകാ ചോദ്യങ്ങൾ, അതിൻ്റെ ആൻസർ എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമ്മൾ മാത്സ് പറയുന്നില്ല, മാത്സ് ഒഴിച്ചുള്ള ബാക്കിയുള്ള GK പാർട്ട്, എല്ലാ സബ്ജക്റ്റുമുള്ള GK പാർട്ടാണ് നമ്മൾ, മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഒരു കരവസ്തു നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ എന്തു പറയുന്നു? എന്താണ് ഒരു കരവസ്തു നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? ഉത്പതനം. ഉത്പതനം എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം: ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ചോദ്യം എന്താണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് ആണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇതാണ് ബേക്കലൈറ്റ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേക്കലൈറ്റ് ആണ് ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം: ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ഏതാണ്? എന്താണ് ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി ഏതാണ്? അയോർട്ട. ഒരുപാട് തവണ PSCക്ക് ചോദിച്ചതാണ്, കഴിഞ്ഞ LD ക്ലർക്കിനടക്കം ചോദിച്ചതാണ്. അയോർട്ടയാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി. ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? നാലാമത്തെ ചോദ്യമാണ്. ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? കരൾ, രക്തം, ശരീരകലകൾ, ഹൃദയം. ഏതാണ് ഹെപ്പറ്റോളജി? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാം, കരൾ. അപ്പം രക്തവുമായി ബന്ധപ്പെട്ട ഹെമറ്റോളജി. ശരീരകലകൾ ഏതാണ്? ശരീരകലകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹൃദയം, കാർഡിയോളജി. അപ്പോൾ ഇങ്ങനെയാണ് പഠനശാഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? ഏതാണ്? കരൾ ആണ് എൻ്റെ ഉത്തരം. പിന്നെ രക്തം എന്തായിരുന്നു? ഹെമറ്റോളജി. ഹൃദയം കാർഡിയോളജി എന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി വാസ്കോ ഡ ഗാമയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ഏത് വർഷമാണ്? അഞ്ചാമത്തെ ചോദ്യമാണ്. ഏത് വർഷമാണ്? സി ആണ് ഉത്തരം. എന്താണ്? സി ആണ് അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം: ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, റാണി ഗൗരി ലക്ഷ്മിബായി, മാർത്താണ്ഡവർമ്മ. ഇവരിൽ ആരാണ് ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്? ആൻസർ ഡി ആണ്, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. ഇനി ഏഴാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? ഓപ്ഷൻ എ പേശികല, ഓപ്ഷൻ ബി നാഡീകല, ഓപ്ഷൻ സി ആവരണകല, ഓപ്ഷൻ ഡി അസ്ഥികല. ഇതിൽ
മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏതാണ്? ഏതാണ്? അസ്ഥികലയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല എന്ന് പറയുന്നത്. ഏതാണ്? അസ്ഥികലയാണ്. ഇനി ജോഗ്രഫി പാർട്ടാണ്. ഖാരിഫ് കാലം ഏത് സമയത്താണ്? ജൂൺ സെപ്റ്റംബർ, ജനുവരി ജൂൺ, ജൂലൈ ഒക്ടോബർ ഇവയൊന്നുമല്ല. അപ്പോൾ ഖാരിഫ് കാലം ഏത് സമയത്താണ്? ജൂൺ സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ കാലത്താണ് ഖാരിഫ് കാലം എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? ഹിമാലയം, പൂർവഘട്ടം, പശ്ചിമഘട്ടം, വിന്ധ്യാസത്പുര. ഇതിലേതാണ് സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്? ഏതാണ്? പശ്ചിമഘട്ടത്തെയാണ് എന്ന് പറയുന്നത് സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിച്ച ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ. 10 പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ, വോൾട്ട്, ഓം, വാട്ട്. ഏതാണ്? അതൊരു എല്ലാവർക്കും അറിയാം. ഓമാണ് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ സെൻസസിൻ്റെ ചുമതല വഹിക്കുന്ന വകുപ്പ് ഏതാണ്? അത് പലപ്പോഴും നെഗറ്റീവ് അടിക്കാനുള്ള ഒരു ടെൻഡൻസിയുള്ള ചോദ്യമാണ്. പലർക്കും അതങ്ങോട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവില്ല. ഇന്ത്യയിൽ സെൻസസിൻ്റെ ചുമതല വഹിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എ ആണ്, ആഭ്യന്തര വകുപ്പാണ്. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്? 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റം എത്ര ആറ്റമുണ്ട്? പഞ്ചസാരയിൽ ഏതാറ്റ? കാർബൺ ആറ്റം. 12ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 11. ആൻസർ ഏതാണ്? ബി ആണ്. 12 ആറ്റങ്ങളാണ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് വാട്ടർ ഗ്ലാസ്. 13ാമത്തെ ചോദ്യമാണ്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്താണ്? സോഡിയം സിലിക്ക, സോഡിയം സൾഫേറ്റ്, സോഡിയം സിലിക്കേറ്റ് ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ? 13 സി, അതായത് സി, സോഡിയം സിലിക്കേറ്റ്. അതാണ് വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942 ഇനി 15ാമത്തെ ചോദ്യം, ഭിലായ് സ്റ്റീൽ ഫാക്ടറി ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താണ്? ഭിലായ്, ഛത്തീസ്ഗഡിലാണ് ഭിലായ് സ്റ്റീൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. 16ാമത്തെ ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാം, മധ്യപ്രദേശ്, കർണാടക, കേരളം. ഇതിലേറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം. അടുത്തത് ഇപ്പോൾ നിലവിൽ ചർച്ചയ്ക്കുള്ളൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം തർക്കവുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ. അത് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? കേരളം, തമിഴ്നാടാണ്. സി ആണ് ആൻസർ. ഇനി 18 സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്?
ഏത് നദിയിലാണ്? ഓപ്ഷൻ എ മഹാനദി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി കൃഷ്ണ, ഓപ്ഷൻ ഡി സബർമതി. ഏത് നദിയിലാണ് സർദാർ? അതും നമുക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്, വാർത്താ പ്രാധാന്യമുള്ളതാണ്. ഏത് നദിയിലാണ്? 18B നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ സമരങ്ങളും ഒക്കെ നമുക്കറിയാവുന്നില്ലേ? സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. 19ാമത്തെ ചോദ്യമാണ്, ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത് ഏത് അവയവമാണ്? ഏതവയവമാണ്? ഹൃദയമാണോ, കരളാണോ, വൃക്കയാണോ, ചെറുകുടലാണോ? ഏതാണ്? 19C ആണ്, വൃക്കയാണ് അല്ലേ? വൃക്കയാണ് ശരീരത്തെ ശുചിയാക്കുന്ന കെമിക്കൽ ലാബ് എന്നറിയപ്പെടുന്നത്. വൃക്കയിലെ അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ എന്താണ്? നെഫ്രോൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ഒരു ചോദ്യം, ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം ഏതാണ്? ചെമ്പ്, സ്വർണം, ഇരുമ്പ്, വെള്ളി. ഇതിലേതാണ് ഹിരണ്യ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം? ഏതാണ്? 20. ഓപ്ഷൻ ബി സ്വർണം ആണ് ഹിരണ്യ എന്നു പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന ലോഹം. ഇനി 21. ഇന്ത്യയുടെ 28ാമത്തെ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഗോവ, ഉത്തരാഖണ്ഡ്. ഏതാണ്? ജാർഖണ്ഡ് ആണ് 28ാമത്തെ സംസ്ഥാനം. ഇനി 22ാമത്തെ ചോദ്യമാണ്, സതേൺ റെയിൽവേയുടെ മുഖ്യ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ തിരുവനന്തപുരം, ചെന്നൈ, പാലക്കാട്, ഷൊർണൂർ. ഇതിലേതാണ് സതേൺ റെയിൽവേയുടെ മുഖ്യ ആസ്ഥാനം എന്ന് പറയുന്നത്? ഏതാണ്? ബി ആണ്, ചെന്നൈ ആണ്. റെയിൽവേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് അറിയാം അല്ലേ? ചെന്നൈ ആണ് സതേൺ റെയിൽവേയുടെ മുഖ്യ ആസ്ഥാനം. അടുത്തത് 23ാമത്തെ ചോദ്യം, ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ്? അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഇതിലേത് സംസ്ഥാനത്താണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? 23 ഏതാണ്? ഡി ആണ്, ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ, കേരളം, ഒറീസ, മധ്യപ്രദേശ്. ഉത്തരം ഏതാണ്? 24 ബി ആണ്, കേരളമാണ്. നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. 25ാമത്തെ ചോദ്യമാണ്, റൈഡർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോൾഫ്, പോളോ, ചെസ്സ്, കുതിരപ്പന്തയം. ഇതിലേതാണ് ആൻസർ? ഗോൾഫുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കപ്പാണ് റൈഡർ കപ്പ്. ഇനി 26ാമത്തെ ചോദ്യം, ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം ഏത് വർഷമാണ്? 1950, 51, 54, 53. ഏത് വർഷമാണ്? ബി ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 1950
1951 നടന്നിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ഇന്ത്യൻ ഗവർണർ ജനറൽ, ഇന്ത്യൻ നാഷണൽ INCയുടെ രൂപീകരണ സമയത്ത് ഇന്ത്യൻ ഗവർണർ ജനറൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർഡിഞ്ച് പ്രഭു, ലിത്തിങ്കോ പ്രഭു, ഡഫറിൻ പ്രഭു, വെല്ലിംഗ്ടൺ പ്രഭു. ഇതിൽ ആരുടെ കാലത്താണ് INC രൂപീകരിച്ചത്? ആരുടെ കാലത്താണ്? ഡഫറിൻ പ്രഭു ആണ് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗവർണർ ജനറൽ. രണ്ടാം മൂഴം ആരുടെ നോവലാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആണ്. രണ്ടാം മൂഴം MD വാസുദേവൻ നായരുടെ ആ നോവലാണ്. ഇനി സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാനങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം ആർക്കാണ്? മുഖ്യമന്ത്രി, ഗവർണർ, ധനകാര്യമന്ത്രി, സ്പീക്കർ. ആർക്കാണ് ഉത്തരവാദിത്വം? ആ ഗവർണർക്കാണ് സംസ്ഥാനങ്ങളിൽ എന്ത് പുറപ്പെടുവിക്കാൻ? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനകാര്യമന്ത്രി ആരാണ്? ബാലഗോപാൽ. സ്പീക്കർ ആരാണ്? N ഷംസീറാണ് ഇപ്പോഴത്തെ സ്പീക്കർ. ഇനി 30ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു ഇന്ത്യയിൽ മുസ്ലിം ഭരണം സ്ഥാപിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ഹിന്ദു രാജാവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ, റാം സിംഗ് താക്കൂർ, അരവിന്ദോ, KM പണിക്കർ. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? റാം സിംഗ് താക്കൂറാണ്. ആരാണ്? റാം സിംഗ് താക്കൂറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്. അടുത്ത 32ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഏതാണ് ഉത്തരം? 32C ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. എന്നാൽ ഉത്തർപ്രദേശിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇനി 33ാമത്തെ ചോദ്യം. ഇന്ത്യൻ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ, ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം. ഏതാണ് ഉത്തരം? ഹിന്ദിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. അടുത്തത് 34. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്. ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇനി 35. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി. നെയ്യാർ, പെരിയാർ, കബനി, മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? ഓപ്ഷൻ ഡി, മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത്. എന്നാൽ തെക്കേ അറ്റത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെയ്യാറാണ്, അല്ലേ? ഏറ്റവും ചെറിയ പുഴയും ഏതു തന്നെയാണ്? മഞ്ചേശ്വരം പുഴ തന്നെയാണ് ഏറ്റവും ചെറിയ പുഴയും. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം, തെക്കേ അറ്റത്തെ നദി നെയ്യാർ.
ഏറ്റവും ചെറിയ പുഴ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും വലിയ നദി പെരിയാർ. കിഴക്കോട്ട് ഒഴുകുന്ന ഒരു നദി ഏതാണ്? കബനി. ഇന്ത്യയും പാകിസ്ഥാനുമായി താഷ്കന്റ് കരാർ ഒപ്പിട്ട വർഷം 1964, 1965, 1966, 1967. ഉത്തരം ഏതാണ്? 1966 താഷ്കന്റ് കരാർ ഒപ്പിടുന്നത്. 37ാമത്തെ ചോദ്യമാണ്, ചിറാപൂഞ്ചി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് സംസ്ഥാനത്താണ് ചിറാപൂഞ്ചി സ്ഥിതി ചെയ്യുന്നത്? ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ. മേഘാലയയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി 38ാമത്തെ ചോദ്യം, ജ്ഞാനപ്പാന രചിച്ചത് ആരാണ്? വള്ളത്തോൾ, ഉള്ളൂർ, മേൽപ്പത്തൂർ, പൂന്താനം. വള്ളത്തോൾ ആണോ? ഉള്ളൂർ ആണോ? മേൽപ്പത്തൂർ ആണോ? പൂന്താനമാണോ? ഉത്തരം ഏതാണ്? ജ്ഞാനപ്പാന പൂന്താനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി 39ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? സ്കർവി, റിക്കറ്റ്സ്, ബെർബറി, അനീമിയ. ഏതാണ് ഉത്തരം? ബി ആണ്, റിക്കറ്റ്സ് ആണ് അതിൻ്റെ ഉത്തരം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. 40ാമത്തെ ചോദ്യം, അനോഫിലസ് കൊതുക് പരത്തുന്ന രോഗം ഏതാണ്? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മലമ്പനിയാണ് അനോഫിലസ് കൊതുക് പരത്തുന്ന രോഗം. ഇനി 41, മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഏതാണ്? നാസാരന്ധ്രങ്ങൾ, വായു, ചെകിളപ്പൂക്കൾ, ചിറക്. ഇതിലേതാണ് ഉത്തരം? ചെകിളപ്പൂക്കളാണ് ഉത്തരം. അടുത്ത ചോദ്യം, ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? വിഗതകുമാരൻ, ചെമ്മീൻ, നിർമാല്യം, നീലക്കുയിൽ. ഇതിലേതാണ് ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള സിനിമ? ഏതാണ്? നീലക്കുയിലാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 43ാമത്തെ ചോദ്യം, രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ജമ്മു ആൻഡ് കാശ്മീർ. ഏതാണ്? 43ാമത്തെ ചോദ്യം. രാജീവ് ഗാന്ധി ഈ രാജ്യാന്തര വിമാനത്താവളം ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. 44, ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? ലക്നൗ, കാൺപൂർ, ചണ്ഡീഗഡ്, ഡെറാഡൂൺ. ഇതിലേതാണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്? ലക്നൗ ആണ് അതിൻ്റെ ഉത്തരം. ഇനി ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ ആരാണ്? മേയർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ചെയർമാൻ. ഇതിലാരാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ? ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്ന അമെൻമെൻ്റ് ഏതാണ്? 73ാമത്തെ അമെൻമെൻറ്റ്. ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? കോപ്പർനിക്കസ്, ഇറാത്തോസ്തനീസ്, ടോളമി. ഇവരാരുമല്ല. ആരാണ്? ഇറാത്തോസ്തനീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണ്ടെത്തിയത്. ഇനി ടോളമി ആരാണ്? ടോളമി എന്ന് പറയുന്നത് ജോഗ്രഫിയുടെ പിതാവാണ് അല്ലേ? ഓക്കെ. ഇനി 47, ജൈനമത സ്ഥാപകൻ ആരാണ്? ഋഷഭൻ, പാർശ്വനാഥൻ, വർദ്ധമാന മഹാവീരൻ, ഗോമതേശ്വരൻ. ഇതിൽ
ആരാണ് ജൈനമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്? ഏതാണ്? സി. വർദ്ധമാന മഹാവീരനാണ് ജൈനമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. 48. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ്, ധന്വന്തരി, സാമുവൽ ഹനിമാൻ, ലൂയി പാസ്റ്റർ. ആരാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്? ഹിപ്പോക്രാറ്റസ് ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. ഈ നവരത്നങ്ങൾ കേട്ടിട്ടുണ്ടോ? നവരത്നങ്ങൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലുണ്ടായിരുന്ന നവരത്നങ്ങളിൽ ഒരാളാണ് ധന്വന്തരി. സാമുവൽ ഹനിമാൻ ആരാണ്? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷബാധ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത് ലൂയി പാസ്റ്റർ ആണ് അല്ലേ? ഇനി അടുത്തത് മലയാളം പാട്ടാണ്. വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? MK മേനോൻ, മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ലീല നമ്പൂതിരിപ്പാട്, ഡോക്ടർ M ലീലാവതി. കഴിഞ്ഞ ദേവസ്വം ബോർഡ് നടത്തിയ വാച്ചർക്കാൻ കഴകം തളി എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. 49 എ. MK മേനോൻ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത 50ാമത്തെ ചോദ്യം. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുമ്പ, ചാന്ദിപ്പൂർ, ബംഗളൂരു, ശ്രീഹരിക്കോട്ട. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തുമ്പയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് 51. ബുദ്ധിമാനായ വിഡി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. അതെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. ഏതാണ്? തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ബുദ്ധിമാനായ വിഡി എന്നറിയപ്പെടുന്നത്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് സുൽത്താനേറ്റ് ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തുഗ്ലക് വംശത്തിലെ ഒരു രാജാവായിരുന്നു. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രത്യേകത എന്താണ്? അളവ് തൂക്ക സമ്പ്രദായമൊക്കെ കൊണ്ടുവന്ന ഖിൽജി സുൽത്താനേറ്റിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. അളവ് തൂക്ക സമ്പ്രദായമൊക്കെ കൊണ്ടുവരികയും വളരെ മികച്ച രീതിയിൽ ഭരണം നടത്തുകയും ചെയ്ത ഒരു മുഗൾ രാജാവല്ല, സുൽത്താനേറ്റിലെ ഒരു രാജവംശത്തിലെ രാജാവ്. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് 52ാമത്തെ ചോദ്യം. കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, സിലിണ്ടറിക്കൽ ലെൻസ്, ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? 52 ബി ആണ്. കോൺവെക്സ് ലെൻസാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത്. 53 സൈക്കിൾ കണ്ടുപിടിച്ചത് ആര്? മാക്മില്ലൻ, എഡ്വേർഡ് ബട്ട്ലർ, വാൾട്ടൺ വാൻഡ്, റോബർട്ട് ഫുൾട്ടൺ. ഇതിൽ ആരാണ് സൈക്കിൾ കണ്ടുപിടിച്ചത്? മാക്മില്ലനാണ് സൈക്കിൾ കണ്ടുപിടിച്ചത്. ഇനി യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് 54ാമത്തെ ചോദ്യം. ആംബിയർ, വാട്ട്, ഓം, കുതിരശക്തി. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുതിരശക്തി, ഹോഴ്സ് പവർ ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? നോക്കാം. ഓപ്ഷൻ: അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ. ഇതിൽ ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ആരാണ്? അയ്യങ്കാളിയാണ്
അല്ലേ? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 56ാമത്തെ ചോദ്യം, H165 ഏതിനും കാർഷിക വിളയാണ്? തെങ്ങ്, നെല്ല്, മരച്ചീനി, കുരുമുളക്. ഉത്തരം ഏതാണ്? മരച്ചീനിയുടെ ഒരു ഇനമാണ് H165 എന്ന് പറയുന്നത്. 57 ഒരുമ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന കേരളത്തിലെ സ്ഥാപനം? KSEB, KSFDC, ഇൻഫർമേഷൻ കേരള മിഷൻ, ഇവയൊന്നുമല്ല. ഏതാണ്? KSEBയുടെ സോഫ്റ്റ്വെയറാണ് ഒരുമ. KSEB. ഇനി 58ാമത്തെ ചോദ്യം, ലോക റെഡ് ക്രോസ് ദിനം എന്നാണ്? ഏപ്രിൽ 12, മാർച്ച് 23, ജൂൺ 26, മെയ് 8. ലോക റെഡ് ക്രോസ് ദിനം എന്നാണ്? ഡി, മെയ് 8 ലോക റെഡ് ക്രോസ് ദിനം. അടുത്ത 59ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് സ്ഥലം ഏതാണ്? ഹൈദരാബാദ്, ബാംഗ്ലൂർ, മുംബൈ, ന്യൂഡൽഹി. ഏതാണ്? 59B ബാംഗ്ലൂർ ആണ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ നഗരം. 68ാമത്തെ ചോദ്യം, വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? നിക്രോം, ക്രോമിയം, ടങ്സ്റ്റൺ, അലൂമിനിയം. ഇതിലേതാണ് വൈദ്യുത ബൾബിലെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? ഏതാണ്? സി, ടങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത്. ഇനി 69 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പാലോട്, മാങ്കൊമ്പ്, പീച്ചി, നിലമ്പൂർ. ഇതിൽ സി, പീച്ചിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ 70ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ പ്രഥമ വനിതാ സുപ്രീം കോടതി ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് KK ഉഷ, സുജാത മനോഹർ, ഡി ശ്രീദേവി, ഡി ഫാത്തിമ ബീബി. ഡി ഫാത്തിമ ബീബി ആയിരുന്നു ഇന്ത്യയിലെ പ്രഥമ വനിതാ സുപ്രീം കോടതി ജഡ്ജി. ഒരു കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ജീൻ, RH ഘടകം, DNA ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം? DNA ആണ് ഒരു കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. 72 കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ആനമുടിച്ചോല, പാമ്പാടുംചോല, ഇരവികുളം, സൈലൻ്റ് വാലി. ഇതിലേതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്? ഏതാണ്? ഇരവികുളം. ദേശീയോദ്യാനം ഇരവികുളം. ആദ്യ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം? ഏത് രാജ്യമാണ്? പാകിസ്ഥാൻ, തായ്ലൻഡ്, ജപ്പാൻ, ഇന്ത്യ. ഏതാണ്? ഇന്ത്യയാണ് ആദ്യത്തെ ദേശീയ ഗെയിംസ് നടന്ന സ്ഥലം. കൊങ്കൺ പാത നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? കൊങ്കൺ പാത നിലവിൽ വന്നത് ഏത് വർഷം? 98, 94, 2000, 2002. 1998 കൊങ്കൺ
പാത നിലവിൽ വന്നത്? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് വരാം. ഇത്തരം വീഡിയോകൾ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സഹായകമായതും ആയ വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതോടൊപ്പം LGS, LDC തുടങ്ങിയ എക്സാമുകൾക്കും ഉപയോഗപ്പെടുന്ന വീഡിയോകളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.